സാമുദായിക സംഘടനയായ നായർ സർവീസ് സൊസൈറ്റി പുലർത്തിപ്പോരുന്ന പ്രഖ്യാപിത സമദൂര നയം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമദൂര നിലപാട് തന്നെയായിരിക്കും NSSന്റേതെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മന്നം ജയന്തി സമ്മേളനത്തോടനുബന്ധിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. സർക്കാർ പിന്തുണയോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് NSS പിന്തുണ നൽകുകയും പങ്കെടുത്തുകയും ചെയ്തിരുന്നു. ഇത് NSS നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾക്കും സമുദായാംഗങ്ങൾക്കിടയിൽ ചിലയിടങ്ങളിലെങ്കിലും ചേരിപ്പോരിനും കാരണമാവുകയുണ്ടായി. NSSന് ഇടത് ചായ്വ് എന്ന രാഷ്ട്രീയ വ്യാഖ്യാനത്തിന് അടിസ്ഥാനമില്ലെന്ന് വ്യക്തമാക്കുകയാണ് NSS ചെയ്തിരിക്കുന്നത്. മറ്റൊരു സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ LDFന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നടന്ന NSS സമ്മേളനവും പ്രഖ്യാപനങ്ങളും ശ്രദ്ധേയമായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിലെ ശരികേടാണ് G. സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടിയത്. നിലവിലുള്ള ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കോട്ടം തട്ടാതെ ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് സംഗമം ലക്ഷ്യമിടുന്നതെങ്കിൽ സഹകരിക്കുമെന്നായിരുന്നു NSS നിലപാട്. NSS പിന്തുണയിൽ സർക്കാർ സന്തോഷം രേഖപ്പെടുത്തിയപ്പോൾ UDFനും BJPക്കും ഒപ്പമുള്ള സമുദായാംഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടായി. ചില കരയോഗങ്ങൾ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തു. സമുദായത്തിലെ തന്നെ ചില ക്ഷുദ്രജീവികളുടെ പ്രവർത്തനമായാണ് ജനറൽ സെക്രട്ടറി ഇതിനെ കണ്ടിരിക്കുന്നത്. സംഘടനയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടതോടെ നേതൃത്വത്തിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നതായും അദ്ദേഹം ആരോപിച്ചു. ഒരു രാഷ്ട്രീയത്തോടും വെറുപ്പില്ലെന്നും തെരഞ്ഞെടുപ്പിൽ സമദൂരമായിരിക്കും സമുദായത്തിന്റെ നിലപാടെന്നും ജനറൽ സെക്രട്ടറി ആവർത്തിച്ചു പറഞ്ഞതിന് പിന്നിൽ സമുദായാംഗങ്ങൾക്കിടയിൽ ഉയർന്ന വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും കാരണമായിട്ടുണ്ടെന്ന് വിലയിരുത്താനാകും. ശബരിമല വിശ്വാസ സംരക്ഷണത്തിലും ഇപ്പോഴുള്ള സ്വർണ്ണക്കൊള്ള വിവാദത്തിലും NSS തങ്ങളുടെ നിലപാട് ഒന്നുകൂടി വിശദമാക്കുകയുണ്ടായി. ശബരിമലയിലേത് വിശ്വാസ സംരക്ഷണത്തിന്റെ വിഷയമാണെന്ന ബോധം രാഷ്ട്രീയക്കാർക്കുണ്ടാകണമെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനായി NSSനെ കരുവാക്കാമെന്ന് ആരും കരുതേണ്ടതില്ലെന്നുമാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. എന്നാൽ വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ ആരുടെയും ഭീഷണിക്ക് തലകുനിക്കേണ്ടെന്ന NSSന്റെ നിലപാടിൽ രാഷ്ട്രീയ സൂചനകൾ കാണുന്നവരുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വെച്ചുള്ള ദുഷ്പ്രചാരണങ്ങൾ നടക്കുന്നതായും NSSന് അഭിപ്രായമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ സംവിധാനങ്ങളും കോടതിയും കൃത്യമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടെന്നും അതിലെന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ മാത്രം മറ്റുള്ളവർ ഇടപെടുകയാണ് വേണ്ടതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഈ ഒരു പ്രസ്താവന വലിയൊരു രാഷ്ട്രീയ വായനയ്ക്ക് ഇടം നൽകുന്നതായും വാദമുണ്ട്. കേരള പ്രണാമം ചിന്താശകലങ്ങൾ.